കഴുത്തിൽ അലങ്കാരം കാണിക്കാൻ തൂക്കിയിടുന്ന താലിയും മുഖത്തിന് ചന്തം കൂട്ടാൻ നെറ്റിയിൽ വാരിപ്പൊത്തുന്ന ചുവന്ന ചായവോ ഒന്നുമല്ല നിധി, കല്യാണം എന്ന് പറയുന്നത്. രജിസ്റ്റർ ഓഫീസിൽ ഇന്ന് നീ ഇട്ട ആ ഒപ്പിലൂടെ നിന്റെ കല്യാണം കഴിഞ്ഞു. ആ ഒപ്പിട്ട സമയം മുതൽ നീ ശബരിയുടെ ഭാര്യയാണ്. ഇന്നു മുതൽ നീ താമസിക്കേണ്ടതും അവന്റെ വീട്ടിൽ അവനൊപ്പമാണ്. ഇവിടെ ആരും നിന്റെ കഴുത്തിലെ താലിയോ നെറുകയിലെ സിന്ദൂരമോ നോക്കി നിന്റെ സ്റ്റാറ്റസ് വിധിക്കില്ല. ഇത് നിന്റെ ആ പട്ടിക്കാട്ട് ഗ്രാമത്തിലെ ഹോണങ്കേറാമൂലയല്ല, ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ. നീ വെറുതെ നിന്ന് തിരിഞ്ഞ് കളിക്കാതെ ശബരിയുടെ പപ്പയും അമ്മയും അവന് വരുമ്പോഴേക്കും ഒരുങ്ങി നിൽക്കാൻ നോക്ക്. നിന്നെ അവർക്കൊപ്പം പറഞ്ഞയച്ചിട്ട് വേണം എനിക്കും ജോസച്ചായനും നൈറ്റ് ഷിഫ്റ്റിന് ഓഫീസിൽ കയറാൻ. നിന്റെ സാധനങ്ങളെല്ലാം ദാ ഈ ട്രോളിയിലാക്കിയിട്ടുണ്ട് ഞാൻ. എല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലാതാവില്ല, എല്ലാം ഉണ്ട്. ബെഡിലിരിക്കുന്ന ട്രോളിയിലേക്ക് കയ്യിലെ 1-2 പാക്കറ്റുകൾ കൂടി വെച്ച് നിത പറയുമ്പോൾ വെറുതെയൊന്ന് തലയാട്ടി അമ്മയെ നോക്കി നിധി. താൻ പോകുന്നതിൻ്റെയോ തന്നെ പറഞ്ഞയക്കുന്നതിൻ്റെയോ എന്തെങ്കിലും വിഷമം ആ അമ്മ മുഖത്തുണ്ടോ എന്ന് വെറുതെ തിരഞ്ഞവൾ. ഒന്നുമില്ല. പകരം താൻ പോകാൻ വേണ്ടി ഒരുങ്ങാൻ വൈകുന്നതിൻ്റെ അക്ഷമ ആവോളമുണ്ട് താനും. അവരിൽ അത്തരം ഭാവങ്ങൾ തിരഞ്ഞ തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി അവൾക്കുള്ളിൽ. താലി കെട്ടിയ ഭർത്താവിനെയും നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെയും യാതൊരു വിഷമവുമില്ലാതെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയവൾക്ക് എന്ത് വിഷമം വരാൻ? തനിക്ക് വേണ്ടെങ്കിലും തിരിച്ചു വരണമെന്ന് അവരുടെ കാലിൽ വീണ് കിടന്ന് തന്റെ അച്ഛൻ കരഞ്ഞിട്ടും തന്നെയോ അച്ഛനെയോ തിരിഞ്ഞു നോക്കാതെ അന്ന് പോയവൾക്കല്ലേ ഇന്ന് വിഷമം? അച്ഛനെന്ന ചിന്തയിൽ പോലും നിറഞ്ഞവളുടെ കണ്ണുകൾ. നിധി റെഡിയായില്ലേ നിതേ? അവരെല്ലാം റെഡിയായി. ഇപ്പോഴെത്തും. അവർക്കൊപ്പം പോവാൻ റെഡിയായി കഴിഞ്ഞു അവൾ. ഒരു ചോദ്യത്തോടെ നിതയുടെ ഭർത്താവ് ജോസഫ് ആ മുറിയിലേക്കെത്തി നോക്കി. നിതയോട് ചോദിക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള അയാളുടെ തിരക്കും വെപ്രാളവും ആ മുഖത്ത് നിന്ന് എളുപ്പത്തിൽ വായിച്ചെടുത്തു നിധി. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടാനുള്ള തിരക്കുണ്ട് അയാളുടെ പ്രവൃത്തികളിൽ. തന്റെ അച്ഛൻ അപകടം പറ്റി കിടപ്പിലായി പോയപ്പോൾ ആകെയുള്ള കിടപ്പാടം കൂടി പണയപ്പെടുത്തിയാണ് താനും അച്ഛമ്മയും അച്ഛനെ ചികിത്സിച്ചത്. പക്ഷേ എല്ലാ ചികിത്സയും പരാജയപ്പെട്ടൊടുവിൽ അച്ഛൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അതുൾക്കൊള്ളാൻ സാധിക്കാതെ അച്ഛമ്മയും മരണത്തിലൂടെ തന്നെ ഒറ്റപ്പെടുത്തി അച്ഛന് കൂട്ടായിപ്പോയി. തല ചായ്ക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാത്ത താൻ ബന്ധുക്കൾക്ക് ഭാരമായത് പെട്ടെന്നാണ്. എത്ര പെട്ടെന്നാണവർ ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ചു പോയ തന്റെ അമ്മയെ തേടി കണ്ടെത്തിയതും തന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഭാരം ഒഴിവാക്കിയതും. ഓർമ്മയിൽ പോലും ഒരു മുഖമില്ലാത്ത സ്ത്രീയായിരുന്നു തനിക്കിതുവരെ അമ്മ. ഒരിക്കലും അങ്ങനെ ഒരാളുടെ കുറവ് താൻ അറിയരുത് എന്ന വാശിയിൽ യാതൊരു കുറവും അറിയിക്കാതെ തന്നെയാണ് തന്നെ അച്ഛനും അച്ഛമ്മയും വളർത്തിയത്. എന്നാലിപ്പോഴോ അങ്ങനെ ഒരു ചോദ്യം ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഒരു തേങ്ങൽ അവളിൽ നിന്നുയർന്നു. തന്നെ കൊണ്ടുപോകാൻ വന്നവരുടെ മുന്നിലേക്ക് വേഷം മാറി മുഖത്തൊട്ടിച്ചു വെച്ചൊരു ചിരിയോടെ നിധി ഇറങ്ങിച്ചെന്നതും അവൾക്കടുത്തേക്ക് എഴുന്നേറ്റ് വന്നു ശബരിനാഥ് എന്ന ശബരി, നിധിയുടെ ഭർത്താവ്. അമ്മയ്ക്കടുത്ത് നിധി എത്തിയിട്ട് 4 മാസമാവുന്നതേയുള്ളൂ. അതിനിടയിൽ അവളെ കണ്ടിഷ്ടപ്പെട്ടതാണ് ശബരി. ശബരിയുടെ ഇഷ്ടം അവന്റെ വീട്ടുകാർ മാനിച്ചപ്പോൾ അതൊരു വിവാഹാലോചനയായി നിധിക്കടുത്തെത്തി. നിധിയെന്ന ഭാരം ഒഴിവാക്കുവാൻ കാത്തിരുന്നവർ അതൊരു അവസരമാക്കിയെടുത്തു. ഇപ്പോഴൊരു വിവാഹം നടത്താനുള്ള സാമ്പത്തികം തന്റെ കൈവശമില്ലെന്ന നിധിയുടെ ഒറ്റവാക്കിൽ 2 ഒപ്പിൽ ഇന്ന് രാവിലെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടൊരുവന്റെ ഭാര്യയായി നിധി. ദിശയറിയാതെ ലക്ഷ്യമില്ലാതെ ജീവിതം ഇനി എന്താകും എങ്ങനെയാകും എന്നൊന്നും അറിയാതെ ശബരിക്കൊപ്പം അവന്റെ കാറിൽ കയറിയിരുന്നു നിധി. കുറച്ചേറെ ദൂരം യാത്രയുണ്ട് മോളെ നമുക്ക്. മോൾ ഉറങ്ങിക്കോ. നമ്മുടെ വീടെത്തുമ്പോൾ അമ്മ വിളിക്കാം മോളെ. യാത്ര തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടതും ഒരു മയക്കം പിടികൂടി നിധിയുടെ മിഴികളെ. അത് കണ്ടതും അവളുടെ തല തന്റെ ചുമരിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു ശബരിയുടെ അമ്മ. ആ ചുമലോരം ചേർന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ നിധിയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി പരക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങുമോളെ, വീടെത്തി. ഒരു മയക്കം കഴിഞ്ഞ് നിധി കണ്ണു തുറന്നത് ശബരിയുടെ അമ്മയുടെ ശബ്ദം കേട്ടാണ്. യാതൊരുവിധ ചടങ്ങുകളുമില്ലാതെ ആ അമ്മയ്ക്കൊപ്പം വലിയ ആ വീടിന്റെ പടികൾ ചവിട്ടിക്കയറി നിധി. മോള് ചെന്നൊന്ന് ഫ്രഷായിട്ട് വാ. അതാണ് മോളുടെ റൂം. അകത്തേക്ക് കയറിയതും ഒരു റൂമിന് നേരെ വിരൽ ചൂണ്ടി അമ്മ പറഞ്ഞതും ഒരു ഭയം അരിച്ചു കയറി നിധിയിൽ. അതേ ഭയത്തോടെ തന്നെയാണവൾ റൂമിലെത്തിയതും. നിധി റൂമിൽ കയറിയതും അവൾക്കു പുറകെ ആ റൂമിലെത്തി ശബരിയും. പ്രതീക്ഷിക്കാത്ത ശബരിയുടെ കടന്നുവരവിൽ ഭയന്ന് ചുവരോളം ചാരി നിന്നു നിധി. നിധി മൃദുവായ ശബ്ദത്തിൽ ശബരി വിളിച്ചതും ഉറക്കെ വിതുമ്പി പൊട്ടിക്കരഞ്ഞുപോയി നിധി. ദിവസങ്ങളായി ഉള്ളിൽ നിറഞ്ഞു നിന്നവളെ വീർപ്പുമുട്ടിക്കുന്നതെല്ലാം അവളിലൂടെ ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് വന്നു. ആ കരച്ചിലൊന്നടങ്ങുവോളം അവൾക്കരികിൽ നിന്നു ശബരിയും. നിധി. കരച്ചിലൊന്നടങ്ങിയതും വീണ്ടും നിധിയെ വിളിച്ചവൻ. നിറമിഴികളോടെ തന്നെ പതറി നോക്കുന്നവളെ ദയവോടെ നോക്കിയവൻ. ഇത് നിധിയുടെ മാത്രം റൂമാണ്. എൻ്റെ അല്ല, നമ്മുടെ അല്ല.
ശാന്തമായ ശബ്ദത്തിൽ പറയുന്നവനെ മിഴിച്ചു നോക്കിയവൾ. തന്നെ എനിക്കിഷ്ടമായപ്പോൾ എൻ്റെ വീട്ടുകാരെ കൂട്ടി വന്ന് പെണ്ണാലോചിച്ചു ഞാൻ. അത് സത്യമാണ്. അതിലപ്പുറം തന്നെ ഇത്ര പെട്ടെന്നിങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ അമ്മയുടെ സംസാരവും തിരക്കും കണ്ടപ്പോൾ ഇതങ്ങനെ ഞാൻ അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ. ശബരി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു നിധി. ഈ നിധിയെപ്പറ്റി എല്ലാം അറിയാം എനിക്ക്. ഒരുപാട് സ്വപ്നങ്ങൾ നൽകി ഒരച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന മകളല്ലേ താൻ. ആ സ്വപ്നങ്ങളെല്ലാം താൻ നേടിക്കഴിയുമ്പോൾ തൻ്റെ സ്വപ്നങ്ങളിലും ജീവിതത്തിലും ഞാൻ മാത്രം നിറയുമ്പോൾ മതിയടോ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം. എൻ്റെ ഭാര്യയാവാൻ നിധി തയ്യാറാവുന്ന ദിവസം ഈ കഴുത്തിലൊരു താലിയും ആ നെറുകയിൽ ഒരു നുള്ളു സിന്ദൂരവും ഇട്ട് തന്ന് ഈ നിധിയെ ഞാൻ എൻ്റേത് മാത്രമാക്കി മാറ്റിക്കോളാം. അതുവരെ ഇവിടെ അമ്മയുടെയും പപ്പയുടെയും നിധിയായി അവരുടെ മകളായി കഴിഞ്ഞോ താൻ. വെറും ഒരു കാഴ്ചക്കാരനായി മാത്രം നിന്നോളാം ഞാൻ. വിതുമ്പലോടെ നിൽക്കുന്നവളുടെ കവളത്തൊന്ന് തട്ടി അവളെ നോക്കി കൺചിമ്മി ആ റൂമിൽ നിന്ന് ശബരി ഇറങ്ങിപ്പോയപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ചികഞ്ഞവളുടെ ചുണ്ടിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ചിരി മിഴിവോടെ തെളിഞ്ഞു വന്നു. ആ ചിരി അതിനി എന്നും അവളിലുണ്ടാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.